أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജമാഅത്തിനുമേലുള്ള ദൈവാനുഗ്രഹങ്ങളെയും അതിൻ്റെ വർധനവിനെയും അനുസ്മരിച്ചുകൊണ്ട് ഒരിടത്ത് ഇപ്രകാരം പറയുന്നു: ശക്തമായ എതിർപ്പും കുഫർ ഫത്വകളും നമ്മുടെ എതിരാളികളുടെ രാപ്പകൽ ഉള്ള അങ്ങേയറ്റത്തെ പരിശ്രമങ്ങളും ഉണ്ടായിട്ടും ഈ ജമാഅത്ത് അഭിവൃദ്ധിപ്പെടുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അത്ഭുത ദൃഷ്ടാന്തമാകുന്നു. പറയുകയുണ്ടായി, നമ്മുടെ എതിരാളികൾ രാപ്പകൽ പരിശ്രമിക്കുന്നു, പല രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, ഈ പ്രസ്ഥാനത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർവശക്തിയും ചെലുത്തുന്നു. എന്നാൽ അള്ളാഹു ആകട്ടെ നമ്മുടെ ജമാഅത്തിനെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് പറഞ്ഞു, ഇതിൽ എന്താണ് ഹിക്മത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇതിലുള്ള യുക്തി ഇതാണ്: അള്ളാഹു ഒരു വ്യക്തിയെ അയക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ളവനാകുമ്പോൾ അദ്ദേഹം ദിനം പ്രതി അഭിവൃദ്ധിപ്പെടുന്നതും പുരോഗതി പ്രാപിക്കുന്നതുമാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം അനുദിനം തേജോമയമാകുകയും ചെയ്യുന്നതാണ്. അതിനെ തടക്കുന്നവർ ദിവസവും നശിക്കുകയും നിന്ദ്യനാകുകയും ചെയ്യുന്നതാണ്. അവസാനം വളരെ ദയനീയമായി അവർ നാശമടയുകയും ചെയ്യുന്നതാണ്. പറഞ്ഞു, യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനങ്ങളെ ആർക്കും തന്നെ തടയാൻ സാധ്യമല്ല. എത്രമാത്രം ശ്രമങ്ങൾ നടത്തിയാലും ആയിരക്കണക്കിന് പദ്ധതികൾ ആവിഷ്കരിച്ചാലും അള്ളാഹു ആരംഭിച്ച പ്രസ്ഥാനത്തെ അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ആർക്കും തന്നെ അതിനെ തടയാൻ സാധ്യമല്ല. കാരണം അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട് ആ പ്രസ്ഥാനം നിലച്ചു പോകുകയാണെങ്കിൽ അങ്ങനെ തടയുന്നവർ അള്ളാഹുവിനെ അതിജയിച്ചു എന്ന് സമ്മതിക്കേണ്ടി വരും. എന്നാൽ ആർക്കും അള്ളാഹുവിനെ അതിജയിക്കാൻ സാധ്യമല്ല, പരാജയപ്പെടുത്താനാകുകയില്ല. ആ മഹാത്മാവിന്റെ ഈ വാക്കുകൾ പുലർന്നതായ സംഭവങ്ങൾ നമ്മൾ ദിനേന കണ്ടുവരുന്നു. ശത്രുക്കൾ ഒറ്റയ്ക്കും തെറ്റിക്കും ഒന്നുചേർന്നും പ്രത്യക്ഷത്തിൽ സംഘടിത രീതിയിലും ജമാഅത്തിനെതിരിൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹു ആ മഹാത്മാവിനോട് വാഗ്ദാനം ചെയ്തത്, ഞാൻ നിന്റെ സന്ദേശത്തെ ഭൂമിയുടെ കോണുകളോളം എത്തിക്കും എന്നതാണ്. മാത്രമല്ല അള്ളാഹു പറയുന്നു, ഞാൻ നിന്റെ ആത്മാർത്ഥതയുള്ളവരും ഹൃദയാത്മന സ്നേഹമുള്ളവരുമായ ജമാഅത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അതനുസരിച്ച് ജമാഅത്ത് ലോകത്ത് പരക്കുന്നതായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നാമധാരികളായ പണ്ഡിതന്മാരും എതിരാളികളും തങ്ങളുടെ വായയുടെ ഊത്തുകൊണ്ട് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിനെ ഇല്ലാതാക്കുമെന്ന് കരുതുന്നു. എന്നാൽ അവർ അള്ളാഹുവുമായിട്ടാണ് പോരിടുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിനെതിരിൽ നിൽക്കുമ്പോൾ
പിന്നെ സ്വയം നാശമാണ് വരുത്തി വെക്കുക. അള്ളാഹു തൻ്റെ ദാസനെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതുമാണ്. അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെയും പിന്തുണയുടെയും ദൃശ്യങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ വിദൂര രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ചില പ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല, വളരെ പ്രയാസമുള്ള വഴികളായിരിക്കും. എന്നാൽ അള്ളാഹു അവിടങ്ങളിലും തൻ്റെ പിന്തുണയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. എതിരാളികൾ തങ്ങളുടെ എല്ലാതരം ശ്രമങ്ങളും നടത്തുന്നു, പക്ഷേ അവർ തങ്ങളുടെ പരാജയമാണ് കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ജീവനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തി ജമാഅത്തിന്റെ ആളുകളെ ഭയപ്പെടുത്താൻ അവർ നോക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ ജമാഅത്ത് അംഗങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്ത് അള്ളാഹുവിന്റെ സഹായങ്ങളുടെയും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചെയ്ത വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് പൂർത്തിയായത് എന്നതിനെയും സംബന്ധിച്ചുള്ള സംഭവങ്ങളെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല, അത്രയും അധികമുണ്ടവ. പക്ഷേ ഇപ്പോൾ ഞാൻ ജമാഅത്തിന്റെ പുരോഗതിയെയും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിന് എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ അള്ളാഹു ബോധനം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില സംഭവങ്ങൾ വിവരിക്കുന്നതാണ്. ചില ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് അറിവില്ലായ്മ കാരണമാണ്. അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ പിന്നെ അവർ എതിർപ്പ് ഒഴിവാക്കുക മാത്രമല്ല ജമാഅത്തിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സംഭവത്തെ വിവരിച്ചുകൊണ്ട് കാങ്കോ കൊൻഷാസ അമീർ ജമാഅത്ത് ഇപ്രകാരം എഴുതുന്നു: കാങ്കോ സെൻട്രൽ സംസ്ഥാനത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഭാഗത്ത് നമ്മുടെ മുഅല്ലിം ഈസ സാഹിബ് ജമാഅത്തിലെ ഒരു സംഘവുമായി തബ്ലീഗിന് പോയിരുന്നു. അവിടെയുള്ള മസ്ജിദ് ഇമാം ജിബ്രായിൽ സാഹിബ് ജമാഅത്തിനോടുള്ള എതിർപ്പിന്റെ കാര്യത്തിൽ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹവുമായി ഈസാ നബിയുടെ മരണത്തെയും ഇമാം മഹദിയുടെ ആഗമനത്തെയും സംബന്ധിച്ചുള്ള ചർച്ച നടന്നു. ഹസരത്ത് ഈസ അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസം കാരണം നൗദുബില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവഹേളനമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായി. പാകിസ്ഥാനിലെ മുല്ലാക്കളെ പോലെ മരക്കടമുഷ്ടിയായിരുന്നില്ല അദ്ദേഹം. ഇമാം മഹദിയുടെ ആഗമനം സംബന്ധിച്ച വിശ്വാസവും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം അപ്പോൾ തന്നെ തന്റെ കുടുംബത്തിലെ 6 പേരും തന്റെ ശിഷ്യന്മാരായ 21 പേരെയും കൂട്ടി ബയ്യത്ത് ചെയ്തു. അങ്ങനെ അവിടെ ജമാഅത്ത് സുസ്ഥാപിതമായി. ചില സ്ഥലങ്ങളിൽ അള്ളാഹു തന്നെ അഹമ്മദിയത്തിന് സ്വീകാര്യത നൽകുന്നതിനുള്ള നിലമൊരുക്കുന്നു. ഗിനി കനാക്കരിയിലെ മുബല്ലിഗ് എഴുതുന്നു: അവിടെ കുട്ടായ എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട്. അവിടെ തബ്ലീഗിന് വേണ്ടി അവരെത്തിയതായിരുന്നു. ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം വളരെ വിശദമായി അവർ കേൾപ്പിച്ചു. അപ്പോൾ ആ ഗ്രാമത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി പറഞ്ഞു: എന്റെ പിതാമഹനിൽ നിന്നും മെഹദി എന്ന പദം എപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. തന്റെ പിതാമഹൻ അതിന്റെ വിശദാംശങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആയതിനാൽ ഇത് നിങ്ങൾ ഈ മഹദിയെപ്പറ്റി വിശദമായി പറഞ്ഞു തരികയുണ്ടായി. അതുകൊണ്ട് ഞാൻ സത്യഹൃദയത്തോടെ അഹമ്മദിയത്തിൽ പ്രവേശിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം ഗ്രാമവാസികളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: ഈ ജമാഅത്തിനെ സ്വീകരിക്കുവിൻ. ഞാൻ മിക്കവാറും ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മാത്രമാണ് ഇസ്ലാമിക സേവനം ചെയ്യുന്നതായി കണ്ടിട്ടുള്ളൂ. ഈ ജമാഅത്ത് മാത്രമാണ് ഖുറാനോടും ഇസ്ലാമിനെയും സേവിക്കുന്നവർ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ഗ്രാമത്തിൽ ഇമാമടക്കം നിരവധി ആളുകൾ ബയ്യത്ത് ചെയ്തു. ഒരു വലിയ ജമാഅത്ത് തന്നെ സ്ഥാപിതമായി. ഗാംബിയയിലെ ഒരു മുബലിഗ് ഇൻചാർജ് പറയുന്നു: അവിടെ നിയാമീന എന്ന ഒരു ജില്ലയിലുള്ള ഗ്രാമത്തിൽ നമ്മുടെ തബ്ലീഗ് ടീം പോയിരുന്നു. അവർ ഇസ്ലാം അഹമ്മദിയത്തിന്റെ സന്ദേശം അവിടെ എത്തിച്ചു. ഇമാം മഹദിയുടെ യാഥാർത്ഥ്യവും
മനോഹരമായ പാഠങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. ബയ്യത്തിന്റെ 10 നിബന്ധനകളും അവർക്ക് കേൾപ്പിച്ചു. അവർ ഗ്രാമീണവാസികളായിരുന്നെങ്കിലും ബുദ്ധിയും വിവേകവും ഉള്ളവരായിരുന്നു. ബയ്യത്തിന്റെ 10 നിബന്ധനകൾ കേട്ടപ്പോൾ അവർ ആശ്ചര്യഭരിതരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചിച്ചിട്ടുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇതുതന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. ഗ്രാമവാസികൾ പറഞ്ഞു, ഇസ്ലാമിന്റെ ഇത്രയും മനോഹരവും പ്രൗഢഗംഭീരവുമായ അധ്യാപനങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ നാമധാരികളായ പണ്ഡിതന്മാരിൽ നിന്ന് ഇത്രയും സുന്ദരമായ സന്ദേശങ്ങൾ ഒരിക്കലും കേൾക്കാൻ സാധ്യമല്ല. അവസാനം അവർ പറഞ്ഞു, അഹമ്മദിയത്ത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. ഞങ്ങൾ ജമാഅത്തിൽ ചേരുകയാണ്. അഹമ്മദിയത്തിന് മാത്രമേ മനുഷ്യകുലത്തെ ദൈവകോപത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തിൽ അവർ എത്തിച്ചേർന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു സുദീർഘമായ തബ്ലീഗ് ചോദ്യോത്തര പരിപാടിക്ക് ശേഷം അവരെല്ലാവരും ഏറെക്കുറെ 200 പേരുണ്ടായിരുന്നു. ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്ത് സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിലുള്ള നമ്മുടെ മൊറബി സാഹിബ് എഴുതുന്നു, തബ്ലീഗ് രംഗത്ത് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നിസ്സാര സംഭവങ്ങൾ ആയി ഗണിക്കപ്പെടുന്നെങ്കിലും വാസ്തവത്തിൽ ചില കാര്യങ്ങളുടെ പിന്നിൽ അള്ളാഹുവിൻ്റെ സഹായ സഹകരണങ്ങളുടെ മഹത്തായ ഇടപെടലുകൾ കാണാനാകുന്നതാണ്. പറയുന്നു, നമ്മുടെ തബ്ലീഗ് ടീം കൗണ്ടിയിലെ പ്രധാന പട്ടണവും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറുമായ ബാർമയിൽ തബ്ലീഗ് ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ടാക്കി. ഞങ്ങൾ പള്ളിയിൽ തന്നെ ഇരിക്കുമ്പോൾ 4 ആളുകൾ അടങ്ങിയ ഒരു സംഘം ഞങ്ങളെ കാണാൻ ആ പട്ടണത്തിലുള്ള ചിലർ വന്നു. അവരിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ പ്രസ്തുത നഗരത്തിലെ മഹിളാ സംഘടനയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. സംഘത്തിലെ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്ത് വന്ന് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ സന്ദേശം എത്തിക്കണമെന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ വന്നതാണ്. കാരണം നിങ്ങളുടെ ജമാഅത്ത് തബ്ലീഗ് ചെയ്യുകയും പ്രത്യേകിച്ചും കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ സംവിധാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അവിടെ പോകാനുള്ള പദ്ധതി ഉണ്ടാക്കി. അവിടെ എത്തി ജമാഅത്തിനെ പരിചയപ്പെടുത്തി. ഹജ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിന്റെ ആഗമന ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു നീണ്ട ചോദ്യോത്തര പരിപാടി നടന്നു. അതിന്റെ അവസാനത്തിൽ ഗ്രാമവാസികൾ അന്ന് തന്നെ അഹമ്മദിയത്തിൽ പ്രവേശിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ അവിടെയും പുതിയ ഒരു ജമാഅത്ത് സ്ഥാപിതമായി. തുടർന്ന് അവർ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി ഞങ്ങളുടെ മുന്നിൽ എത്തിച്ച ശേഷം പറഞ്ഞു, ഇന്നു മുതൽ ഇവർ ജമാഅത്തിന്റെ കുട്ടികളാകുന്നു. ഇവർക്ക് എങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. മൊറബി സാഹിബ് പറയുന്നു, അവരിൽ നിന്ന് 2 ആൺകുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും പിന്നെ അവർ തിരിച്ചുപോയി തങ്ങളുടെ മസ്ജിദിൽ അതുപോലെ തങ്ങളുടെ പ്രദേശത്തുള്ള മറ്റു കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ ക്ലാസ്സുകൾ നടത്തി അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. പാകിസ്ഥാനിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നത് മാത്രമല്ല, ഖുർആൻ പാരായണം കേൾക്കുന്നത് പോലും വിലക്കിയിട്ടുണ്ട്. ഒരു അഹമ്മദി വിശുദ്ധ ഖുർആൻ പാരായണം എന്തിന് ശ്രവിച്ചു കേട്ടു എന്നതിന്റെ പേരിൽ കേസെടുത്ത സംഭവവും ഉണ്ട്. ഇതാണ് ഈ നാമധാരികളായ മുസ്ലിങ്ങളുടെ ഇസ്ലാം. മറുഭാഗത്ത് ജനങ്ങൾ തങ്ങളുടെ മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ജമാഅത്തിനെ ഏൽപ്പിക്കുന്നു. കാരണം ജമാഅത്തിന് മാത്രമേ വിശുദ്ധ ഖുർആന്റെ ശരിയായ ജ്ഞാനമുള്ളൂ. ചില ആളുകൾ അഹമ്മദി ആയ ശേഷം എന്തെങ്കിലും അത്യാഗ്രഹങ്ങളിൽ പെടുകയോ ഭയം കാരണമോ അഹമ്മദിയത്ത് ഉപേക്ഷിക്കുന്നു. പിന്നെ അവിടെ അഹമ്മദിയത്തിനെ ഇല്ലാതാക്കണമെന്ന് അവർ കരുതുന്നു. എന്നാൽ അള്ളാഹു ഈ ചിന്തയെ അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നു. വാഗ്ദാനമനുസരിച്ച് ജമാഅത്ത് വളരുകയും ചെയ്യുന്നു. ഐവറി കോസ്റ്റിലെ മൊബലിഗ് എഴുതുന്നു, ഓമേ റീജിയണിൽ കരിസോക്കി എന്നൊരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഭൂരിപക്ഷവും 2008 തന്നെ അഹമ്മദിയത്തിൽ പ്രവേശിച്ചിരുന്നു.
ആ സമയത്ത് ഒരു ചെറിയ മസ്ജിദ് നിർമ്മാണത്തിലായിരുന്നു. ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കുകയായിരുന്നു. ജനങ്ങൾ അത് ജമാഅത്തിന് സമർപ്പിക്കുകയുണ്ടായി. ജമാഅത്ത് പ്രസ്തുത മസ്ജിദിന് പുനർനിർമ്മാണം ചെയ്ത് പൂർത്തിയാക്കി. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ മുമ്പ് ബയ്യത്ത് ചെയ്ത ഇമാം അയാളുടെ ചിന്താഗതികളിൽ വൈകല്യം വന്നപ്പോൾ ജമാഅത്തിൽ നിന്ന് പുറത്തു പോകുകയുണ്ടായി. അയാൾ മസ്ജിദും കൈവശപ്പെടുത്തി. ജമാഅത്തുമായി ബന്ധം വിച്ഛേദിക്കാൻ ജനങ്ങളെയും പ്രേരിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും തുടങ്ങി. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജനങ്ങൾ ജമാഅത്തിൽ തന്നെ അടിയുറച്ചു നിന്നു. മൗലവി മസ്ജിദ് കൈവശപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റുകളും മരത്തടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു താൽക്കാലിക മസ്ജിദ് എന്ന നിലയ്ക്ക് ഒരു ഷെഡ് ഉണ്ടാക്കി. അവിടെ നമസ്കാരവും ജുമയും ആരംഭിച്ചു. തങ്ങൾ ഒരു കെട്ടുറപ്പുള്ള മസ്ജിദ് ഒഴിവാക്കി വന്നവരാണെന്ന കാര്യം പോലും അവർ ഗൗനിച്ചില്ല. പറയുന്നു, ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവിടെ ഇരുനിലകളുള്ള ഒരു സുന്ദരമായ മസ്ജിദ് ഉണ്ടാക്കാനുള്ള തൗഫീഖ് ജമാഅത്തിൽ ലഭിക്കുകയുണ്ടായി. അതിന് താഴികക്കുടവും മിനാരവുമുണ്ട്. അനഹമ്മദ് ഇമാം കൈവശപ്പെടുത്തിയ മസ്ജിദിനേക്കാളും വളരെ വലിയ ഭംഗിയേറിയ മസ്ജിദ് പ്രസ്തുത പ്രദേശത്ത് ജമാഅത്തിലുണ്ടാക്കാൻ സാധിച്ചു. പാകിസ്ഥാനിലും നമ്മുടെ മിനാരങ്ങളും പള്ളികളിലെ മിഹ്റാബുകളും തകർത്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് മറ്റ് സ്ഥലങ്ങളിൽ അള്ളാഹു നമുക്ക് ഭംഗിയുള്ള മസ്ജിദുകൾ നൽകുന്നു, ധാരാളമായി തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ശത്രുക്കളുടെ പ്രയത്നത്തിനെതിരിൽ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആഫ്രിക്കൻ രാഷ്ട്രമായ ചാഡിലെ മുബലിക എഴുതുന്നു. 2022 മാർച്ചിൽ, കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. ഇൻഷാല്ല ഈ വർഷത്തെ കാര്യം പിന്നീട് വിവരിക്കുന്നതായിരിക്കും. ചാഡിന്റെ തലസ്ഥാനത്ത് നമ്മുടെ ജമാഅത്തിന്റെ ആദ്യ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അഹമ്മദിയ ജമാഅത്തിനെ തങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാൻ അവർ പുത്തൻ ദീനുമായി വന്നിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അസൂയാലുക്കളായ എതിരാളികൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. പള്ളി ഉദ്ഘാടനത്തിന് ശേഷം ജമാഅത്ത് കൂടുതൽ പ്രസിദ്ധമായി. അതോടൊപ്പം അസൂയാലുക്കളുടെ എണ്ണവും വർദ്ധിക്കാൻ തുടങ്ങി. അവരുടെ നീക്കങ്ങളും ത്വരിതഗതിയിലായി. മൊറബി സാഹിബ് പറയുന്നു, ഞങ്ങളുടെ പ്രദേശത്തുള്ള ചില ഇമാമുമാർ, നാമധാരികളായ മൗലവിമാർ തങ്ങളുടെ മസ്ജിദുകളിൽ ജമാഅത്തിനെതിരിൽ അഹമ്മദികളുടെ പള്ളി അടപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും തുടങ്ങി. അക്കാര്യത്തിനായി അവർ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി. ചാഡ് ഇസ്ലാമിക് കൗൺസിലും പോയി കാര്യം ബോധിപ്പിച്ചു. നിങ്ങൾ അഹമ്മദിയ ജമാഅത്തിന് പള്ളി ഉണ്ടാക്കാൻ എന്തിന് അനുമതി നൽകിയെന്ന് ചോദിച്ചു. ജുമാക്ക് വേണ്ടി എന്തിന് മസ്ജിദ് തുറക്കാൻ അനുവദിക്കുന്നെന്ന് ചോദിച്ചു. ആ പള്ളി എത്രയും പെട്ടെന്ന് അടപ്പിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഫിത്ന ഉണ്ടാകുന്നു, കുഴപ്പങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഇസ്ലാമിക കൗൺസിൽ ആളുകൾ പറഞ്ഞു, ഇബാദത്ത് ചെയ്യുന്നതിന് അഹമ്മദികൾക്കും അവകാശമുണ്ട്. അള്ളാഹുവിന്റെ ഭവനമായ മസ്ജിദ് ഞങ്ങൾ എങ്ങനെയാണ് പൂട്ടിക്കുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഫിത്നയുടെ ഭയമുണ്ടെങ്കിൽ പോലീസിൽ പോയി പരാതിപ്പെട്ടുകൊള്ളുക. അവിടെയുള്ള ഇസ്ലാമിക് കൗൺസിലിംഗ് ചുരുങ്ങിയ പക്ഷം ഇത്രയും വിവേകമെങ്കിലും ഉണ്ടായി. അവർ നീതിബോധമുള്ളവരാണ്. അവർ ആരെയും ഭയപ്പെട്ടില്ല. പാകിസ്ഥാനിലാകട്ടെ ജഡ്ജിമാരും ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് നമുക്കെതിരിൽ വിധി പുറപ്പെടുവിക്കുന്നു. നമുക്ക് അവിടെ മസ്ജിദുകൾ എന്ന് പറയുന്നത് പോട്ടെ, മസ്ജിദിൽ നമസ്കരിക്കാനും ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ പോലും അനുവാദമില്ല. ഏതായിരുന്നാലും അവർ അതിനുശേഷം പോലീസ് ഹെഡ്ക്വാർട്ടറിൽ പോയി ഞങ്ങളുടെ നാട്ടിൽ ഇവർ ഫിത്ന ഉണ്ടാക്കുന്നുവെന്നും അഹമ്മദികളെ നിരോധിക്കണമെന്നും പുതിയ ദീനുമായി വന്നവരാണിവരെന്നും നൗദുബില്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാത്തവരാണെന്നും മറ്റും പറഞ്ഞ് പരാതിപ്പെട്ടു. പോലീസ് ഓഫർ മുബലിഗിനെ വിളിപ്പിച്ചു. ജമാഅത്തിന്റെ രജിസ്ട്രേഷൻ കോപ്പിയും മസ്ജിദ് നിർമ്മാണത്തിന്റെ അനുമതിയും മറ്റും ചോദിച്ചു. അങ്ങനെ എല്ലാ ഡോക്യുമെന്റുകളും അവർക്ക് മുന്നിൽ സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോയിക്കൊള്ളുക, ഞങ്ങൾ അന്വേഷിച്ചു പറയാം. അതിനുശേഷം പോലീസ് ഓഫീസർ മഹലിലെ ചീഫിനെ വിളിപ്പിച്ച് ചോദിച്ചു, നിങ്ങളുടെ മഹലിൽ അഹമ്മദികൾ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നു, പുത്തൻ ദീൻ കൊണ്ടുവന്നിരിക്കുന്നു,
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവരല്ല. ചീഫ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ഞാനും അവരുടെ മസ്ജിദിലാണ് ജുമ നമസ്കരിച്ചത്. അവർ മുസ്ലിങ്ങളെ പോലെ നമസ്കരിക്കുന്നു. 3 വർഷമായി എനിക്ക് അഹമ്മദിയ ജമാഅത്തിനെ നന്നായി അറിയാം. അവർ വലിയ സൃഷ്ടി സേവനം ചെയ്യുന്നവരാണ്. പോലീസ് ഓഫീസർ ഒരു ദിവസം നമ്മുടെ മസ്ജിദിലും വന്നു. മസ്ജിദിന്റെ പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതചകിതനായി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവരാണല്ലോ. അതുപോലെ മസ്ജിദിന്റെ ഹാളിനകത്ത് ഖുറാനിക ആയത്തുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആശ്ചര്യം തോന്നി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കിബിലയും മുസ്ലിങ്ങളുടെ കിബില തന്നെയാണല്ലോ. മുസ്ലിങ്ങളുടെ പള്ളികളിൽ ഉള്ളതുപോലെ തന്നെയാണല്ലോ ഈ മസ്ജിദിലെ സഫുകളും ഉള്ളത്. പുത്തൻ ദീൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം. ഏതായാലും പോലീസ് നടപടികളൊന്നും സ്വീകരിച്ചില്ല. ചുറ്റുപാടുമുള്ള അനഹമ്മദി വീടുകളിലും അന്വേഷണം നടത്തി. അവരും പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവരെ കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല. പോലീസിന്റെ അടുത്ത് പരാജയപ്പെട്ടപ്പോൾ അവർ അയൽവാസികളുടെ വീട്ടുകളിൽ പോയി ഇവരെ അനഹമ്മദികളെ പുറത്താക്കാൻ ശബ്ദമുയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫിത്നയുണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു, മസ്ജിദ് അള്ളാഹുവിന്റെ ഭവനമാണ്. ഞങ്ങൾക്ക് ഇസ്ലാമിനെതിരിൽ ഇവരിൽ യാതൊരു കാര്യവും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും പരാജയം അഭിമുഖീകരിക്കേണ്ടി വന്നു. അള്ളാഹു എങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ ജമാഅത്തിൽ അംഗമാകുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം നടത്തുന്നത് എന്നതിനെ പറ്റി ബെലീസ് എന്ന രാജ്യത്തിലെ മുബല്ലിഗ് പറയുന്നു. ബെലീസ് സെൻട്രൽ അമേരിക്കയിലെ ഒരു രാജ്യമാണ്. മെത്തഡിസ്റ്റ് ചർച്ചുമായി ദൃഢബന്ധമുള്ള ഒരു സ്ത്രീ മസ്ജിദ് നൂറിന്റെ നിർമ്മാണം കണ്ടപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ചിന്ത ഉളവാക്കി. മസ്ജിദ് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നടന്നു കഴിഞ്ഞപ്പോൾ അവർ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി അവരുടെ ജമാഅത്തിൽ ഭാഗമാക്കണമെന്ന് അള്ളാഹു എനിക്ക് ബോധ്യം നൽകിയിരിക്കുന്നു. അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങളുടെ വീടിനടുത്ത് മുസ്ലിങ്ങളുടെ വേറെയും മസ്ജിദുകളുണ്ടല്ലോ. നിങ്ങൾക്ക് മുസ്ലിം ആകണമെങ്കിൽ അത് നിർബന്ധമാണെങ്കിൽ അവിടേക്കും പോകാവുന്നതാണല്ലോ. ആ സ്ത്രീ പറഞ്ഞു, അല്ല, അള്ളാഹു അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചാണ് അവർ ശരിയായ ആളുകളാണെന്ന്, അതുകൊണ്ട് അവരുടെ കൂടെ കൂടണമെന്നും എനിക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അങ്ങനെ അവർ മസ്ജിദ് നൂറിൽ വന്നപ്പോൾ ജമാഅത്തിനെ സംബന്ധിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അവർ വികാരാധീനയാകുകയും എങ്ങനെയാണ് തന്നെ അള്ളാഹു ഈ ജമാഅത്തിൽ എത്തിച്ചത് എന്നതിനെ കുറിച്ച് വികാരം കൊള്ളുകയും ചെയ്തു. മൗലവി സാഹിബ് അവരോട് പറഞ്ഞു, അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് ഞാൻ നിന്റെ സന്ദേശത്തെ ഭൂമിയുടെ കോണുകളോളം എത്തിക്കുന്നതാണെന്ന് ഇൽഹാം ഇറക്കിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് ജമാഅത്തിന് വേണ്ടി ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം വന്ന് ഇസ്ലാം അഹമ്മദിയത്തിന്റെ അധ്യാപനത്തെ പറ്റി ബോധ്യമായപ്പോൾ അവർ ബയ്യത്ത് ചെയ്തു, ജമാഅത്തിൽ പ്രവേശിച്ചു. ചിലപ്പോഴൊക്കെ സൽപ്രകൃതരായ ചിലർ തെറ്റിദ്ധാരണ കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് ജമാഅത്തിനെ എതിർക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ളവർക്ക് അള്ളാഹു എങ്ങനെയാണ് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് എന്നതിനെ പറ്റി ഗാംബിയയിലെ മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു. ജമാറ ജില്ലയിൽ ഒരു പ്രദേശമുണ്ട്. അവിടെ പുതുതായി പണി കഴിപ്പിക്കുന്ന മസ്ജിദിലെ വാതിലിനും ജനലുകൾക്കും വേണ്ടി ചില്ലുകൾ വാങ്ങി ചില്ലുകൾ കട്ട് ചെയ്യാൻ വേണ്ടി അക്കാര്യത്തിൽ നിപുണനായിരുന്ന അബൂബക്കർ സബാലി സാഹിബിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് മസ്ജിദിന് വേണ്ടി വാങ്ങിയ കണ്ണാടികളാണ്. അദ്ദേഹം ഇത് മസ്ജിദിനുള്ള ജോലി ആയതുകൊണ്ട് കൂലി കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചില്ലുകളുമായി അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. ഇത്രയും വിദൂര സ്ഥലത്ത് പള്ളി കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പക്ഷെ അത് അഹമ്മദികളുടെ മസ്ജിദ് ആണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ കോപാകുലനാകുകയും ചില്ലുകൾ ഉടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ചില്ലുടച്ചപ്പോൾ അയാൾക്കും പരിക്ക് പറ്റി. പക്ഷെ അള്ളാഹു എങ്ങനെയാണ് അയാൾക്ക് സന്മാർഗം നൽകിയതെന്ന് നോക്കുക. അദ്ദേഹം പറയുന്നു, ഞാൻ രാത്രി സ്വപ്നത്തിൽ സ്വയം അലറിക്കരയുന്നതായും സമുദ്രത്തിൽ മുങ്ങി തപ്പുന്നതായും കണ്ടു.
രക്ഷപ്പെടാൻ ഒരു പ്രതീക്ഷയുമില്ലാതായി കണ്ടപ്പോൾ അയാളെ രക്ഷപ്പെടുത്താനായി ഒരു കപ്പൽ വരുന്നതായി തോന്നി. ആ തോണിയിൽ ജമാഅത്തിന്റെ അമീറിനെയും മുറബിയെയും കണ്ടു. അടുത്ത ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. രാവിലെ അദ്ദേഹം മിഷൻ ഹൗസിൽ വന്ന് ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അതുപോലെ തൻസാനിയയിൽ അഹമ്മദിയത്ത് സ്വീകരിച്ച ഒരു സംഭവം വിവരിക്കുന്നു. സെമൂർ റീജിയനിലുള്ള ഒരു ജമാഅത്താണ് മൊബെമ. അവിടെ മൊല്ലിമീങ്ങൾ തബ്ലീഗ് ആരംഭിച്ചു. പ്രദേശവാസികളോട് മസ്ജിദും മിഷൻ ഹൗസും ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്ലോട്ട് വാങ്ങിക്കാൻ തുനിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വില വളരെ കൂടുതലായിരുന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമുക്കെതിരിൽ അവിടെയുള്ള പ്രാദേശിക പാതിരിമാർ മസ്ജിദ് ഉണ്ടാക്കാൻ ആരും സ്ഥലം നൽകരുതെന്നും, കാരണം അവർ മന്ത്രവാദം ചെയ്യുന്നവരാണെന്നും അവരുടെ പക്കൽ ജിന്നുണ്ടെന്നും ഖുറാൻ മുഖേന അവർ ആരെ വേണമെങ്കിലും കൊല്ലുമെന്നും ആർക്കും അറിയാൻ പോലും കഴിയില്ലെന്നും പറഞ്ഞ് ക്യാമ്പയിൻ തുടങ്ങിയതായി അറിയാൻ കഴിഞ്ഞു. ഈ ഭയം കാരണം ആരും തന്നെ നമുക്ക് മസ്ജിദ് ഉണ്ടാക്കാൻ സ്ഥലം നൽകുന്നുണ്ടായിരുന്നില്ല. അതാകട്ടെ ക്രിസ്ത്യാനികളുടെ ഏരിയയുമായിരുന്നു. തുടർന്ന് മൊല്ലിമീങ്ങൾ ഓരോ വീട്ടിലും പോയി ജനങ്ങളുടെ അസ്വസ്ഥതകൾ അകറ്റി ജനങ്ങളുടെ അഭിപ്രായം മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു യുവാവ് തൻ്റെ 1 ഏക്കർ സ്ഥലം നമുക്ക് നൽകാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ജമാഅത്ത് അയാളിൽ നിന്നും ആ സ്ഥലം വാങ്ങി. അയാൾ പറഞ്ഞു മസ്ജിദിന് വേണ്ടി സ്ഥലം വിറ്റ ശേഷം തൻ്റെ ജോലിയിൽ ഒരുപാട് ബർക്കത്തുണ്ടായി. ഒരാൾ വർഷങ്ങളായി കടം തിരിച്ചു നൽകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല ജോലികളും നിലച്ചു പോയിരുന്നു. ഈ സ്ഥലം വിറ്റതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാൾ സ്വയമേവ എല്ലാ പൈസയും എനിക്ക് തിരിച്ചു തന്നു. എൻ്റെ കടങ്ങളെല്ലാം അത് മുഖേന കൊടുത്തു തീർക്കാനും കഴിഞ്ഞു. ഏതായാലും അതിന്റെ സ്വാധീന ഫലമായി അയാൾ കുടുംബസഹിതം അഹമ്മദിയാവുകയുണ്ടായി. പറയുന്നു, അതിനുശേഷം ആ പ്രദേശത്ത് അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ആവേശവും അഭിനിവേശത്തിന്റെയും കാറ്റ് വീശി തുടങ്ങി. 100 കണക്കിന് ആളുകൾ ബയ്യത്ത് ചെയ്തുകൊണ്ട് അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. അവിടെ ജമാഅത്തിന് ഒരു വലിയ മസ്ജിദും മിഷൻ ഹൗസും ഉണ്ടാക്കാനുള്ള തൗഫീഖും ലഭിച്ചു. അള്ളാഹു സന്മാർഗം നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ സന്മാർഗത്തിനുള്ള സംവിധാനവും അത്ഭുതകരമായ രീതിയിൽ തന്നെ ഒരുക്കുന്നു. ആഫ്രിക്കയിലെ ഒരു പ്രദേശമായ സൗത്തോമേ എന്ന പ്രദേശത്തുള്ള മുബലിഗ് ഇൻചാർജ് എഴുതുന്നു, മൊറാക്കഷിയിൽ നിന്നും ഒരു സഞ്ചാരി മൊറോക്കയിൽ നിന്നുള്ള ഒരു സഞ്ചാരി സൗത്തോമയിൽ വന്നിരുന്നു. അയാൾ ജനങ്ങളോട് അവിടെ മുസ്ലിങ്ങളുടെ വല്ല മസ്ജിദും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ജനങ്ങൾ നമ്മുടെ മസ്ജിദിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ജുമ നമ്മോടൊപ്പം നമസ്കരിച്ചപ്പോഴാണ് അത് അഹമ്മദിയ ജമാഅത്തിന്റെ മിഷൻ ഹൗസ് ആണെന്ന് മനസ്സിലാക്കിയത്. കുറച്ചു നേരം അയാൾ ചോദ്യോത്തരങ്ങളിൽ ഏർപ്പെട്ടു. അതിനുശേഷം അറബി ഭാഷയിൽ സിറുൽ ഖിലാഫ, അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ മനുഷ്യഹത്യ എന്നീ ഗ്രന്ഥങ്ങൾ വായിക്കുകയും MTA അൽ അറബിയ പ്രോഗ്രാം കാണുകയും ചെയ്തു. കുറച്ചു സമയം അവിടെ തന്നെ കഴിച്ചു കൂട്ടി. ആ ദിവസങ്ങളിൽ ആഗോള ബയ്യത്ത് നടക്കുകയായിരുന്നു. അതിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു ചിലപ്പോൾ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം കണ്ടു. പറയുന്നു, പിന്നീട് മാർച്ചിൽ അദ്ദേഹം വീണ്ടും അവിടെ വന്നു. കഴിഞ്ഞ വർഷത്തെ മാർച്ചിന്റെ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബയ്യത്ത് ഫോറം കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് അറബിയിലുള്ള ബയ്യത്ത് ഫോം കൊടുത്തപ്പോൾ അത് പൂരിപ്പിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ പറഞ്ഞു, ഇത്ര ധൃതി കാണിക്കേണ്ട, കുറച്ചു കാലം ദുആ ചെയ്ത ശേഷം തീരുമാനമെടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രി മുഴുവൻ ദുആ ചെയ്യുകയായിരുന്നു. എൻ്റെ മനസ്സ് പൂർണ്ണമായും സംതൃപ്തമാണ്. എനിക്ക് ഇനി കൂടുതൽ സബർ ചെയ്യാൻ കഴിയില്ല. ഇമാമില്ലാത്ത മരണം വരിച്ചാൽ ആരാണ് സമാധാനം പറയുക? അഹമ്മദിയ ജമാഅത്ത് സത്യത്തിലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തുള്ള മറ്റു മുസ്ലിങ്ങൾ നിങ്ങളെ എതിർക്കുന്നതാണ്, മാതാപിതാക്കളും എതിർക്കുന്നതാണ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാതാപിതാക്കളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് യാതൊരു ആക്ഷേപവുമില്ല, മറിച്ച് അവർ സന്തുഷ്ടരാണ് താനും. പിന്നെ മറ്റുള്ളവരുടെ എതിർപ്പ് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം യഥാർത്ഥ ഇസ്ലാമിൽ മരിക്കാൻ കഴിയുന്നെങ്കിൽ
എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും വലുതായി ഒന്നും തന്നെയില്ല. മൊറബി സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന്റെ പിതാവുമായി വീഡിയോ മുഖേന ഞാനും സംസാരിച്ചിരുന്നു. വളരെ സന്തോഷം പ്രകടിപ്പിച്ചു അദ്ദേഹം. മാത്രമല്ല മകനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടു, എല്ലാ കാര്യങ്ങളും കേട്ടു. നീ ബയ്യത്ത് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇനി ജമാത്തിൽ ഉറച്ചു നിൽക്കുക, സ്ഥിരചിത്തത കൈവരിക്കുക. മൊറോക്കയിൽ അഹമ്മദികളും ജമാത്തും ഉണ്ടെങ്കിലും ഒരാൾക്ക് അവിടെ നിന്ന് ജമാത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ ആഫ്രിക്കയിലെ മറ്റൊരു രാഷ്ട്രത്തിലെ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് അയച്ച് അവിടെ അദ്ദേഹത്തിന് സന്മാർഗത്തിനുള്ള സംവിധാനം ഒരുക്കുകയുണ്ടായി. ഉസ്ബെക്കിസ്ഥാനിലെ അലിം ബാബായോവ് സാഹിബ് എന്ന വ്യക്തി പറയുന്നു, ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. എനിക്ക് 31 വയസ്സുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്ത് എന്ന പട്ടണവാസിയാണ് ഞാൻ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അധ്യാപകനെ അന്വേഷിക്കുകയായിരുന്നു. ഞാൻ ബാബുർ ജാൻ സാഹിബിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൽ നിന്നും യഥാർത്ഥ ഇസ്ലാമിനെ പറ്റി കേൾക്കുകയും വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ ഈ സത്യത്തെ സ്വീകരിക്കുന്നതിന് സഹായിച്ചു. അങ്ങനെ ഞാൻ ബൈഅത്ത് ചെയ്ത് ജമാത്തിൽ പ്രവേശിച്ചു. അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരു അഹമ്മദി ഉസ്താദിനെ ഏർപ്പാടാക്കി. ഇത്തരം നിരവധി സംഭവങ്ങളുണ്ട്. ഇതൊരു യാദൃശ്ചിക സംഭവമല്ല. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെയും ഞാൻ ഒന്ന് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അള്ളാഹുവിന്റെ സഹായത്തിന്റെ പ്രത്യേക അടയാളമാണ്. ഉസ്ബെക്കിസ്ഥാൻ നിന്നും തന്നെയുള്ള അസീം ഔ സാഹിബ് പറയുന്നു, ഞാൻ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. 4 വർഷം മുമ്പ് ഞാൻ കൃത്യമായി നമസ്കരിച്ചു തുടങ്ങി. പിന്നെ വിശുദ്ധ ഖുർആൻ തർജ്ജമയും പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം എനിക്ക് ഒരു എഴുത്ത് ലഭിച്ചു. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൽ എപ്പോഴും സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം ഉണ്ടാകുമെന്നും അവർക്ക് നഷ്ടം വരുത്താൻ ആരെ കൊണ്ടും സാധ്യമാകുകയില്ലെന്നും എഴുതിയിരുന്നു. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തറച്ചു. ഞാൻ നമസ്കാരത്തിലും ദുആകളിലും അള്ളാഹുവിനോട് ആ കൂട്ടരിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് നിരവധി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പക്ഷെ ഞാൻ ദുആ തുടർന്നു പോന്നു. പിന്നെ എൻ്റെ ഉള്ളിൽ ഖുർആൻ പഠിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടായി. അള്ളാഹു വീണ്ടും ബാബർ സാഹിബുമായി എൻ്റെ കൂടിക്കാഴ്ച ഒരുക്കി. ഈ ഉസ്താദ് അഹമ്മദി ജമാഅത്തായി ബന്ധപ്പെട്ട ആളായിരുന്നു. എനിക്ക് അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. ആദ്യം ഞാൻ ഖുർആൻ ഓതാൻ പഠിച്ചു. ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കാബയെയും അതിനടുത്ത് പോയി അതിനെ തൊടുന്നതും കണ്ടു. അപ്പോൾ ഞാൻ വുളു ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ചിന്തയുണ്ടായി. അങ്ങനെ ഞാൻ വുളു ചെയ്യാൻ കുളിമുറിയിൽ കയറി. ഇത്രയും ആകുമ്പോഴേക്കും എൻ്റെ കണ്ണ് തുറന്നു. ഏതായാലും ഒരു അഹമ്മദി ഉസ്താദ് മുഖേന എൻ്റെ പഠനം തുടർന്നു പോന്നു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ഈസബിന് മറിയം ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈസബിന് മറിയം മരിച്ചു പോയിരിക്കുന്നു. ഈസബിന് മറിയമിന്റെ രൂപത്തിൽ വരാനുള്ള വ്യക്തി ഇമാം മഹ്ദി തന്നെയാകുന്നു. പിന്നെ ഞാൻ ഗവേഷണം നടത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ആ വ്യക്തി ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ആണ്. ഉസ്താദ് അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇമാം മഹ്ദിയെ സ്വയം അന്വേഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. ചുരുക്കത്തിൽ അദ്ദേഹം ഗവേഷണം നടത്തുകയും ഇന്റർനെറ്റിലും മറ്റും ലഭിക്കുന്ന കാര്യത്തിലൂടെ അന്വേഷിച്ചുകൊണ്ട് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനാണ് ഇമാം മഹ്ദി എന്ന് അറിയുകയും ചെയ്തു. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഉസ്താദ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇമാം മഹ്ദി മിർസ ഗുലാം അഹമ്മദ് തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പറയുന്നു, ഇമാം മഹ്ദിയുടെ എല്ലാ അടയാളങ്ങളും പുലർന്നതായി കണ്ടിട്ടും ഞാൻ ഇമാം മഹ്ദിയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് എൻ്റെ ഉസ്താദ് അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് പറയുകയും താൻ ആ ജമാഅത്തിൽപ്പെട്ട ആളാണെന്നും ഈ ജമാഅത്ത് ഇപ്പോൾ എണ്ണത്തിൽ കുറവാണെന്നും എനിക്ക് താങ്കളെപ്പോലെ വേറെയും ശിഷ്യന്മാരുണ്ടെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ എനിക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, ഞാൻ ഗവേഷണം നടത്തുകയും പിന്നെ ദുആകൾക്കും ഗവേഷണങ്ങൾക്ക് ശേഷം അള്ളാഹു എൻ്റെ ദുആകൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഉസ്ബെക്കിസ്ഥാനിലെ മറ്റൊരു വ്യക്തിയും ഇതേപോലെയുള്ള ഒരു സംഭവം വിവരിക്കുന്നു.
അദ്ദേഹത്തിനും കഴിഞ്ഞ വർഷം ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇനി ഉള്ളത് ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അവിടെയുള്ള മുബല്ലിഗ് സാഹിബ് പറയുന്നു, അദ്ദേഹവും പ്രാദേശിക മൗലവിയും ഒരു ജമാഅത്തി മീറ്റിംഗിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. വൈകുന്നേരമായിരുന്നു. ഇനിയും ഒരുപാട് യാത്ര ബാക്കിയുണ്ടായിരുന്നു. വഴിയിൽ ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വഴിയിൽ കുറേ ആളുകൾ നിൽക്കുന്നതായി കണ്ടു. അവർ ഞങ്ങളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാവിലെ നിങ്ങൾ ഈ വഴിയിലൂടെ പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. നിങ്ങൾ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരമായി നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിനോട് വല്ല നീരസവുമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിങ്ങളുടെ ആളുകളും ജമാഅത്തും മസ്ജിദുകളുമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ സന്ദേശം നിങ്ങൾ എന്തുകൊണ്ട് എത്തിക്കുന്നില്ല? പറയുന്നു, ഞങ്ങൾ അപ്പോൾ തന്നെ അവിടേക്ക് പോയി തബ്ലീഗ് പ്രോഗ്രാം ഉണ്ടാക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബയ്യത്തുകൾ ലഭിച്ചു. അള്ളാഹു ജനഹൃദയങ്ങളിൽ സത്യം അന്വേഷിക്കാൻ സ്വയം ബോധവൽക്കരണം നടത്തുകയാണ്. സെൻട്രൽ ആഫ്രിക്കയിലെ മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, നഗാല ഗ്രാമത്തിൽപ്പെട്ട ഒരു അഹമ്മദി ഇമാം ഉണ്ടായിരുന്നു. അദ്ദേഹം തബ്ലീഗിന് വേണ്ടി വേറെ ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ അഹമ്മദി ഗ്രാമത്തിലെത്തി. മസ്ജിദ് കണ്ടപ്പോൾ ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. അഹമ്മദികളുടെ പള്ളിയാണെന്ന് പറഞ്ഞു. മാഷാ അല്ലാ, വളരെ ഭംഗിയുള്ള മസ്ജിദാണല്ലോ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഈ മൗലവി സാഹിബ് ബാങ്കിലുള്ള കേന്ദ്ര മിഷൻ ഹൗസിൽ എത്തി. മുബല്ലിഗ് സാഹിബുമായി ജമാഅത്തിനെ കുറിച്ച് ചോദ്യോത്തരങ്ങളുണ്ടായി. മുബല്ലിഗിനോട് ചോദിച്ചു, നിങ്ങളുടെ ജമാഅത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഉൾപ്പെടാൻ സാധിക്കുക? അപ്പോൾ മുബല്ലിഗ് സാഹിബ് പറഞ്ഞു, ഈമാൻ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജമാഅത്തിലെ വിശ്വാസങ്ങളുമായി നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം അഹമ്മദിയത്ത് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ പക്കൽ ബയ്യത്ത് ഫോറം ഉണ്ട്. അതിൽ ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ബയ്യത്തിന്റെ 10 നിബന്ധനകൾ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കുക. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ഫോറം വായിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. അദ്ദേഹത്തോട് കരയാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എന്നെ ഒരു പണ്ഡിതനായി കരുതുന്നു. മറ്റു മൗലവിമാരിൽ നിന്ന് ജമാഅത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ വളരെ തെറ്റായ കാര്യങ്ങളാണ് കേട്ടിരുന്നത്. ഈ ബയ്യത്ത് ഫോമിലുള്ള 10 നിബന്ധനകൾ വായിച്ചപ്പോൾ ഞാൻ ജമാഅത്തിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എന്താണ് താങ്കളുടെ അധ്യാപനങ്ങൾ എന്നറിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഖേദം തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ബയ്യത്ത് ഫോറം വായിച്ചപ്പോൾ അഹമ്മദി ജമാഅത്തിന്റെ സത്യസന്ധതയും ഋജുവായതുമായ ജമാഅത്താണ് ഇത് എന്നും എനിക്ക് ബോധ്യമായി. നിങ്ങളുടെ മസ്ജിദുകളും കിബിലക്ക് അഭിമുഖമാകുന്നു. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന അതേ നമസ്കാരം തന്നെയാണ് നിങ്ങളും അനുഷ്ഠിക്കുന്നത്. ഞങ്ങൾ വായിക്കുന്ന അതേ ഖുർആൻ തന്നെയാണ് നിങ്ങളും പാരായണം ചെയ്യുന്നത്. ഞാൻ ഹൃദയാത്മന അഹമ്മദിയത്ത് സ്വീകരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് കുറെ കൂടി പുസ്തകങ്ങൾ കൊടുത്തു. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവ വായിക്കുകയും അങ്ങനെ മറ്റു മൗലവിമാർക്ക് വായടപ്പിന് മറുപടി നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹു എങ്ങനെയാണ് ഹസ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിനെ വർദ്ധിപ്പിക്കുകയും വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗ്യാനിയിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, ലണ്ടൻ ജമാഅത്തിൽ കൃത്യമായി ബുക്ക് സ്റ്റാൾ നടത്തുവാനും ജനങ്ങൾക്ക് ഫ്ലയേഴ്സ് നോട്ടീസ് വിതരണം ചെയ്യാനും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഏതോ ഒരു വ്യക്തിയുടെ ഫോൺ കോൾ വന്ന് ഞാൻ നിങ്ങളുടെ ഫ്ലയർ കാണുകയുണ്ടായി. എൻ്റെ വീടിനടുത്ത് തന്നെ നമസ്കാര സെന്റർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും അദ്ദേഹം ജുമാക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 വർഷമായി മുസ്ലിമാണ്, പക്ഷെ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, നമസ്കാരം പഠിക്കാനും അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരണം. അദ്ദേഹം പറഞ്ഞു, വന്നുകൊള്ളുക. പക്ഷെ അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. കാരണം അവിടെ തെറ്റായ രീതിയിലുള്ള പല ആളുകളും ഉള്ളതാണ്. അവർ ഏതെങ്കിലും സഹായം കിട്ടാൻ വേണ്ടി വരുന്നവരാണ്. ഏതായിരുന്നാലും ഞാൻ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ ദീൻ പഠിക്കാൻ തന്നെയാണ് വന്നതെങ്കിൽ അറിയാനും കഴിയും. അദ്ദേഹം കൃത്യമായി വരികയും വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഒരു നീണ്ടകാലം പഠിച്ചെങ്കിലും അദ്ദേഹം ഒരു സഹായാഭ്യർത്ഥനയും നടത്തിയില്ല. അപ്പോൾ അദ്ദേഹം
ദീനി കാര്യങ്ങളിൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ജമാഅത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഹസ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാമിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ ബയ്യത്ത് ചെയ്തു. അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിക പേര് വെച്ചു കൊടുത്തു. പിന്നെ കുറച്ചു കാലത്തിന് ശേഷം തനിക്ക് ജമാഅത്തിന്റെ മൗല്യം ആകണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അവിടെയുള്ള ജമാഅത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ സമ്മതം അറിയിച്ചു. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മൗല്യം ആക്കിക്കൊള്ളുക, ശിക്ഷണവും നൽകുക. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അദ്ദേഹത്തിന് തർബിയത്ത് കിട്ടിയിരിക്കുന്നു. പൂർണ്ണമായും നമസ്കാരം അനുഷ്ഠിക്കുകയും ജുമ നമസ്കരിപ്പിക്കുകയും ചെയ്യുന്നു. തഫ്സീർ വായിച്ച് ഖുർആന്റെ പാഠങ്ങളെക്കുറിച്ച് ദർസും കുത്തുബുകളും നൽകുന്നു. അദ്ദേഹത്തിന്റെ ബയ്യത്തിന്റെ കുറച്ചു കാലത്തിന് ശേഷം തന്നെ നമസ്കാര സെന്ററിൽ ഒരു പ്രദർശനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ലാമിന്റെ വലിയ ശത്രുവായിരുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞു, എനിക്ക് ഒരു കാലത്ത് ഇസ്ലാമിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് അവർക്ക് നന്നായി തോന്നിയിരുന്നു. അത് കാരണമാണ് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ഇസ്ലാമിനോട് താല്പര്യമുണ്ടായത്. ഏതായിരുന്നാലും അദ്ദേഹത്തോട് മാതാപിതാക്കൾക്ക് തബ്ലീഗ് ചെയ്യാനും അവരെയും മുഹമ്മദിയത്തിൽ പ്രവേശിപ്പിക്കാനും അവർക്കും ഇസ്ലാമിക അധ്യാപനം നൽകാനും വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവർ തങ്ങളുടെ മതകാര്യത്തിൽ വളരെ യാഥാസ്ഥികരാണ്. എൻ്റെ മാതാവ് ചർച്ചിൽ പോകുന്ന സ്ത്രീയാണ്. ഞാൻ സ്നാനവും ചെയ്തിട്ടുണ്ട്. പറയുന്നു, ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളും ദുആ ചെയ്യാം, നിങ്ങളും ദുആ ചെയ്യുക ഉമ്മാക്ക് വേണ്ടി. അള്ളാഹു അവരുടെ ഹൃദയം ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കട്ടെ. പറയുന്നു, ഒരു ദിവസം ആ മകനോട് ആ മാതാവ് സ്വയം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ജുമ നമസ്കാരത്തിന് വരാനും തുടങ്ങി. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് താൻ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ജമാഅത്തിൽ പ്രവേശിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവർ ജമാഅത്തിൽ കൃത്യമായി അംഗങ്ങളാകുകയും ജുമാക്ക് വരികയും നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ജമാഅത്തിൽ പ്രവേശിച്ച ശേഷം അവരുടെ ആരോഗ്യത്തിലും സമ്പത്തിലും ഒരുപാട് അനുഗ്രഹം ഉണ്ടായി എന്നും അത് അവർക്ക് ക്രിസ്തു മതത്തിൽ കിട്ടിയിട്ടില്ലെന്നും സമ്മതിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് കൃത്യമായി MT കാണുന്ന സ്ത്രീയാണ്. ഏതായിരുന്നാലും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോടുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം എങ്ങനെയാണ് പൂർത്തിയായത് എന്നത് സംബന്ധിച്ച ചില സംഭവങ്ങളാണ് ഇവിടെ ഞാൻ കേൾപ്പിച്ചത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, എതിരാളികൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയിട്ടും മറുഭാഗത്ത് അള്ളാഹു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ജമാഅത്തിന്റെ പുരോഗതിക്കുള്ള മാർഗങ്ങളും തുറന്നുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് സ്വയം വിലയിരുത്തുകയും വേണം. നമ്മുടെ വിശ്വാസങ്ങളുടെ പ്രബലതയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. കർമ്മപരമായ അവസ്ഥകളെ മെച്ചപ്പെടുത്തുകയും വേണം. പരീക്ഷണങ്ങൾ വരുമെന്നും എന്നാൽ അവസാന വിജയം, അന്തിമ വിജയം അള്ളാഹു സ്ഥാപിച്ച ജമാഅത്തിനായിരിക്കുമെന്നും അതുകൊണ്ട് ഒരിക്കലും തങ്ങളുടെ വിശ്വാസങ്ങളെ ചഞ്ചലപ്പെടുത്തരുതെന്നും വരും തലമുറക്ക് നല്ലപോലെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. അള്ളാഹു ജമാഅത്തിൽ പുതുതായി വരുന്നവർക്കും മുമ്പുള്ളവർക്കും സ്ഥിരചിത്തത നൽകുമാറാകട്ടെ. വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും പുരോഗതി നൽകുമാറാകട്ടെ. ഇനി ഞാൻ ചില മർഹൂമികളെ അനുസ്മരിക്കുകയും പിന്നീട് അവരുടെ ജനാസ ഗായിബ് നമസ്കരിക്കുകയും ചെയ്യുന്നതാണ്. ആദ്യത്തെ അനുസ്മരണം പർവീൻ അഖ്തർ സാഹിബയുടേതാണ്. ഇവർ സിയാൽകോട്ടിലെ മർഹൂം ഗുലാം ഖാദിർ സാഹിബിന്റെ ഭാര്യയാണ്. കഴിഞ്ഞ ദിവസം 90 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് 3 ആൺമക്കളും 4 പെൺകുട്ടികളുമാണുള്ളത്. ഒരു മകൻ ആരിഫ് മഹമ്മൂദ് സാഹിബ് ബെനിനിൽ മുബല്ലിഗാണ്. ഫീൽഡിലായതുകൊണ്ട് അദ്ദേഹത്തിന് മാതാവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മാതാവ് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സ്വഹാബിയായ ഹസ്രത്ത് ചൗധരി ഇമാംദീൻ സാഹിബ് ചൗഹാന്റെ പൗത്രിയും മൗല്യം ഗുലാം അഹമ്മദ് സാഹിബിന്റെ മകളുമായിരുന്നു. ഖാദിയാനിലാണ് ജനിച്ചത്. പ്രാരംഭ വിദ്യാഭ്യാസം ഖാദിയാനിൽ നിന്ന് കരസ്ഥമാക്കി.
എൻ്റെ ഉമ്മ പറയുമായിരുന്നു, അവരുടെ കുട്ടിക്കാലത്ത് അധിക സമയവും കാദ്യാനിൽ ഹജരത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹയുടെ സേവനത്തിലാണ് കഴിച്ചു കൂട്ടിയത്. ഇങ്ങനെ ഹജരത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹയാണ് അവർക്ക് തർബിയത്ത് നൽകിയത്. ദീനിപരമായ അറിവും ഖുർആൻ പാരായണവും അവരിൽ നിന്നാണ് പഠിച്ചത്. അധിക സമയവും ഹജരത്ത് അമ്മാജാൻ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ സേവനത്തിൽ കഴിച്ചു കൂട്ടി. പറയുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് അവർ തങ്ങളുടെ അനുഭവങ്ങളും കേൾപ്പിക്കുമായിരുന്നു. പറയുന്നു, ചില സമയത്ത് ഹജരത്ത് മുസ്ലിം മൗദ് ഹജരത്ത് അമ്മാജാനെ കാണാൻ രാത്രിയിൽ വീട്ടിൽ വന്നിരുന്നു. ഞാൻ സേവനം ചെയ്യുന്നത് കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളുടെ നല്ല സുഹൃത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. എൻ്റെ ഉമ്മയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ 1950 അവസ്ഥകൾ വളരെ മോശമായി. ഗ്രാമത്തിലുള്ള പലരും വിശ്വാസ ദൗർബല്യം കാണിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ ദീനിൽ ഉറച്ചു നിൽക്കുകയും തന്റെ ഭർത്താവിന് ശക്തി പകരുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഒരു മൗലവി സാഹിബ് ഉണ്ടായിരുന്നു. അവിടെ നമസ്കാരവും സൂറത്തുകളും മനപ്പാടമാക്കാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ താമസ സ്ഥലത്ത് ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി. അങ്ങനെ ജമാഅത്തി തലത്തിലും അവർ തങ്ങൾക്ക് ഒരു കേന്ദ്രമുണ്ടാക്കി. അവയുടെ മൂത്ത മകൻ ഖാലിദ് മഹ്മൂദ് സൈന്യത്തിലായിരുന്നു. പറയുന്നു, ഉമ്മ ദീനിന് ദുനിയാവിനേക്കാളും മുന്തിക്കുന്ന സ്ത്രീയായിരുന്നു. ദീനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഭൗതിക കാര്യങ്ങളും സ്വയം ശരിയാകുമെന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾക്ക് നമസ്കാരശീലം ഉണ്ടാക്കി. സുബഹി നമസ്കാരത്തിനും പള്ളി കുറെ ദൂരെ ആയിരുന്നതിനാൽ ഞങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി വിടുമായിരുന്നു. മഹല്ലയിലെ അഹമ്മദികൾ അല്ലാത്ത സ്ത്രീകൾക്കും അവർ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഖുർആൻ പഠിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാലത്ത് നിരവധി അഹമ്മദികളിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ ഉള്ള മാന്യത കാട്ടിയിരുന്നു. എഴുതുന്നു, ഗ്രാമങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠനത്തിലുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. അവർ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് മകൾ വലുതായപ്പോൾ പിതാമഹൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. അവർ വളരെ ആദരവോടുകൂടി നിരന്തര പരിശ്രമം മുഖേന അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. പെൺകുട്ടികൾക്ക് ചുരുങ്ങിയത് ജമാഅത്ത് സാഹിത്യങ്ങൾ വായിക്കാനും അവരുടെ മക്കൾക്ക് ശിക്ഷണം നൽകാനും തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസമെങ്കിലും നൽകണമെന്ന് പറയുമായിരുന്നു. റഷീദ് അഹമ്മദ് സാബ് നമ്പർദാർ മൻഗ എന്ന സ്ഥലത്തുള്ള കർഷക ഉദ്യോഗസ്ഥനായിരുന്നു. പറയുന്നു, ഞങ്ങളും അവരെ കണ്ട് അഹമ്മദി ആയെങ്കിലും നമസ്കാരത്തിലേക്ക് യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. അവർ ഞങ്ങളുടെ താവളത്തിൽ വരുമ്പോൾ എല്ലാവരെയും നമസ്കാരത്തിന് വേണ്ടി ഉപദേശിക്കുമായിരുന്നു. മസ്ജിദ് ദൂരെയാണെന്ന് ഒഴികഴിവ് പറഞ്ഞ് ഞങ്ങൾ അവരെ നിശബ്ദയാക്കുമായിരുന്നു. പറയുന്നു, പിന്നെ ഞങ്ങൾ കാണുന്നത് അവർ പാടത്ത് നിന്ന് തല ചുമടായി മണ്ണ് കൊണ്ടുവരുന്നതാണ്. ഇങ്ങനെ മണ്ണ് കൊണ്ടുവരുന്ന ഒരാഴ്ചയോളം തുടർന്നു. പിന്നെ ആ മണ്ണ് കൊണ്ട് ഞങ്ങളുടെ താവളത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് 2 അടി ഉയരത്തിൽ 4 ചുമരുകൾ ഉണ്ടാക്കി. പിന്നെ ആ സ്ഥലം കൈകൊണ്ട് മെഴുകി വൃത്തിയാക്കുകയും വീട്ടിൽ നിന്ന് അവിടെ കാർപ്പറ്റ് കൊണ്ടുവന്ന് വിരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, പള്ളിയില്ല, പള്ളി ദൂരെയാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഞാനിവിടെ നിങ്ങളുടെ താവളത്തിൽ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ വന്ന് ജമാഅത്തായി നമസ്കരിക്കുക. ഇനി നമസ്കാരത്തിൽ അലസത കാണിക്കരുത്. അദ്ദേഹം പറയുന്നു, വാസ്തവത്തിൽ അവർ ഞങ്ങളെ നമസ്കാരക്കാരാക്കി മാറ്റി. ഇതായിരുന്നു മഹത്തുക്കളുടെ ഉന്നതമായ മാതൃക. എന്നെങ്കിലും ഒഴികഴിവ് പറയുകയാണെങ്കിൽ സ്വയം കർമ്മരൂപത്തിൽ മാതൃക കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ അതിന് നിർബന്ധിക്കുകയാണ് ചെയ്തത്.
അവരുടെ മകൾ എഴുതുന്നു, അവർ ക്ഷമയുടെയും തൃപ്തിയുടെയും ആൾരൂപമായിരുന്നു. ഞങ്ങളെയും ആ കാര്യത്തിൽ ഉപദേശിച്ചിരുന്നു. ഒരിക്കലും ക്ഷമയുടെ സഹനത്തിന്റെ കോന്തല കൈവിടരുതെന്നും ഭർത്തൃ വീട്ടിൽ എന്താണ് കിട്ടുന്നത് അതിൽ തൃപ്തിപ്പെടണമെന്നും അള്ളാഹുവിന്റെ തൃപ്തിയിൽ എപ്പോഴും തൃപ്തി പ്രകടിപ്പിക്കണമെന്നും നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും മക്കളെ അക്കാര്യത്തിൽ നിഷ്കർഷിക്കണമെന്നും അങ്ങനെ ആയാൽ അള്ളാഹു ഉപജീവനത്തിൽ അനുഗ്രഹം ചൊരിയുമെന്നും ഹസരത്ത് അമ്മാജാന്റെ ഉപദേശം എപ്പോഴും ഓർക്കണമെന്നും പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മൊറബി സാഹിബ് പറയുന്നു, ഞാൻ ജാമ്യയിൽ പ്രവേശിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, പഠനത്തിൽ വലിയ സ്ഥാനം കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ കാലത്തിന് ഇമാമിന്റെ അനുസരിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു പരേതയ്ക്ക് മഗ്ഫിറത്ത് നൽകുകയും കാരുണ്യം വർഷിക്കുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ ദുആകൾ മക്കൾക്ക് വേണ്ടി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ മുംതാസ് വസീം സാഹിബയുടേതാണ്. ഇവർ മർഹൂം ചൗധരി വസീം മുഹമ്മദ് നാസിർ സാബ് ഗട്ടിയാലയുടെ ഭാര്യയായിരുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരുടെ മകൻ സാംബിയയിൽ മുബല്ലിഗാണ്. മർഹൂമ ഹസ്രത്ത് മസീമുദ് അലി ഇസ്ലാമിന്റെ സുപ്രസിദ്ധ സഹാബിയായ ഹസ്രത്ത് മിയ ചിറാഗ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു റയീസ് ലാഹോറിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവർ ഹസ്രത്ത് മിയ അബ്ദുൾ റഷീദ് സാഹിബ് സാബി ഹസ്രത്ത് മസീമുദ് ഇസ്ലാമിന്റെ സാബിയുടെ ദൗഹിത്രിയും മർഹമി ഈസയുടെ പേരിൽ പ്രസിദ്ധനായ ഹസ്രത്ത് ഹക്കീം മുഹമ്മദ് ഹുസൈൻ സാഹിബ് റളിയല്ലാഹുവിന്റെ പ്രപൗത്രിയുമാണ്. ഇവർ വളരെ നല്ല സ്വഭാവത്തിനുടമയും മൃദുഭാഷയും എല്ലാവർക്കും സ്നേഹ സമ്പന്നയും വാത്സല്യത്തിന്റെ കേദാരവുമായിരുന്നു. എല്ലാവരും അവരുടെ സൽഗുണങ്ങളെ അംഗീകരിക്കുന്നവരാണ്. ഖിലാഫത്തിനോടും ജമാഅത്ത് സംവിധാനത്തോടും ഏറെ ആദരവുണ്ടായിരുന്നു. ദുആക്ക് വേണ്ടി എനിക്ക് എപ്പോഴും കത്തെഴുതിയിരുന്നു. മറ്റുള്ളവരെയും കത്തെഴുതാൻ പ്രേരിപ്പിച്ചിരുന്നു. കൃത്യമായി നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുകയും വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്തിരുന്നു. അവസാനം വരെയും ചന്തകൾ കൊടുക്കുന്നതിൽ കൃത്യനിഷ്ഠ പുലർത്തിയിരുന്നു. അള്ളാഹിന്റെ അനുഗ്രഹത്താൽ BA ഡിഗ്രി കരസ്ഥമാക്കിയിരുന്നു. പറയുന്നു, എൻ്റെ പിതാവ് ജോലിയിൽ നിന്ന് ആർമിയിൽ നിന്ന് റിട്ടയർമെന്റിന് ശേഷം ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയപ്പോൾ ഉമ്മ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നൽകിയിരുന്നു. ഒരു നീണ്ട കാലം രോഗിണിയായിരുന്നു. പക്ഷെ വളരെയേറെ ക്ഷമയോടുകൂടി രോഗാവസ്ഥയിൽ കഴിച്ചുകൂടുകയുണ്ടായി. ഒരു പരാതിയും പരിഭവവും പറഞ്ഞിരുന്നില്ല. മൊറബി സാഹിബ് പറയുന്നു, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ മാപ്പ് ചോദിക്കുമായിരുന്നു. അവരുടെ 2 മക്കൾ വഖഫാണ്. അവർ സന്തോഷപൂർവ്വം വഖഫ് ചെയ്യുകയും 2 മക്കൾ വഖഫാണെന്ന കാര്യത്തിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ പിതാവ് 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യത്തെ ഉമ്മയുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ മറ്റ് സഹോദരങ്ങളെയും സ്വന്തം മക്കളെ പോലെ തന്നെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. ഉമ്മയില്ലാത്ത കുറവ് ഒരിക്കലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഗാംബിയയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ദുആകൾ ചെയ്തുകൊണ്ടാണ് യാത്രയാക്കിയത്. കുറച്ചു കാലം മുമ്പ് അവരെ കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, അള്ളാഹു നിന്റെ സംരക്ഷകനായി മാറട്ടെ, അള്ളാഹ് ഹാഫിസ് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇനി ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച ഉണ്ടാകണമെന്നില്ല. സംതൃപ്ത കുടുംബത്തിൽ 5 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ട്. 2 പേർ ജീവിതം വഖഫ് ചെയ്തിരിക്കുന്നു. നസീർ നാസിർ സാഹിബ് വഖഫ് ജദീദ് മൗലിമാണ്. മറ്റൊരാൾ സാംബിയയിൽ മുബല്ലിഗാണ്. വിദേശത്ത് ഫീൽഡിലായതിനാൽ അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു മർഹൂമയോട് പൊറുമയോടും കാരുണ്യത്തോടും കൂടി വർത്തിക്കുമാറാകട്ടെ. അവരുടെ ദുആകൾ അവരുടെ മക്കൾക്ക് വേണ്ടി സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ അനുസ്മരണം ബ്രിഗേഡിയർ മുനവർ അഹമ്മദ് റാണ സാഹിബിൻ്റെതാണ്. ഇദ്ദേഹം റാവൽപിണ്ടി ജമാഅത്തിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹസ്രത്ത് മസീമുദ് അലി ഇസ്ലാമിന്റെ സഹാബിയായിരുന്ന ചൗധരി ഗുലാം അഹമ്മദ് സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് എത്തിയത്. 1971 പാകിസ്ഥാൻ ആർമിയിൽ അദ്ദേഹം കമ്മീഷൻ എടുത്തു. സർവീസിനിടയിൽ ജമാഅത്തുമായി നല്ല ബന്ധമായിരുന്നു. സർവീസ് ചെയ്യുമ്പോൾ വിവിധ സ്റ്റേഷനിൽ തന്റെ വീട് നമസ്കാര സെന്റർ എന്ന നിലയിൽ സമർപ്പിച്ചിരുന്നു. ജമാഅത്തിനോട് അഗേതവുമായി സ്നേഹമുള്ള ധീരനായ അഹമ്മദി ഓഫീസറായിരുന്നു. റിട്ടയർമെന്റിന് ശേഷവും മുഴുവൻ സമയം ജമാഅത്തിന്റെ സേവനത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുകയുണ്ടായി.
കാൻഡിലും റാവൽപിണ്ടി ജില്ലയിലുമുള്ള ഇമാരത്തുകളിൽ വിവിധ തലങ്ങളിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ പ്രയത്നിച്ചുകൊണ്ടും ശ്രദ്ധാപൂർവവും ജമാഅത്തിന്റെ സേവനങ്ങൾ ചെയ്തിരുന്നു. വളരെ പരിഗണനയോടെയും വിനയത്തോടെയും താഴ്മയോടെയും തന്റെ കൂടെയുള്ളവരോട് പെരുമാറിയിരുന്നു. സഹപ്രവർത്തകരോട് വർത്തിച്ചിരുന്നു. ഭാരവാഹികളെ അനുസരിച്ചിരുന്നു. ഖിലാഫത്തിനോട് വളരെയധികം ആത്മാർത്ഥതയും കൂറും അനുസരണവും ഉണ്ടായിരുന്നു. എല്ലാ ആഹ്വാനത്തിനും ലബ്ബൈക്ക് പറയുമായിരുന്നു. സാധുക്കളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചിരുന്നു. ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടിരുന്നവരെ എപ്പോഴും സഹായിക്കാൻ തയ്യാറായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. സംതപ്ത കുടുംബത്തിൽ വൃദ്ധയായ മാതാവ് സലീമ ഖുർഷീദ് സാഹിബയും 2 ഭാര്യമാരും 5 മക്കളുമുണ്ട്. മക്കളിൽ 4 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണുള്ളത്. അള്ളാഹു പരേതയോട് പൊറുമയോടും കാരുണ്യത്തോടും കൂടി വർത്തിക്കുമാറാകട്ടെ. അവസാനത്തെ അനുസ്മരണം റിട്ടയർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അബ്ദുൽ ഷുക്കൂർ മലിക് സാഹിബിൻ്റെതാണ്. അദ്ദേഹം അമേരിക്കയിലെ ഡെലിസിയിലായിരുന്നു ഡെലിസിയിൽ. അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം ഫതഹ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ മാതാമഹൻ ഗുലാം നബി ഷെയ്ഖ് സാഹിബ് ഹജറത് മസീഹ് ഇസ്ലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹം മുഖേനയാണ് അവരുടെ തറവാടുള്ള ഗ്രാമമായ നൗഷേറയിൽ ജമാഅത്തിന്റെ തബ്ലീഗ് നടന്നത്. തബ്ലീഗ് നടക്കുകയും ജമാഅത്ത് സ്ഥാപിതമാവുകയും ചെയ്തു. മർഹൂമിന് പാകിസ്ഥാൻ എയർഫോഴ്സിൽ എഞ്ചിനീയർ എന്ന നിലക്കും പിന്നീട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന നിലയിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. 15 വർഷത്തോളം റാവൽപിണ്ടിയിൽ നായിബ് അമീറായി സേവനം ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കൽത്തുറങ്കിൽ അടക്കപ്പെട്ട നിരവധി അഹമ്മദികളുടെ കേസും നടത്തിയിരുന്നു. ഖിലാഫത്തുമായി വളരെ ആഴത്തിൽ ബന്ധമുണ്ടായിരുന്നു. എയർഫോഴ്സിൽ ജോലി ചെയ്യുമ്പോൾ ജമാഅത്ത് പരമായി എതിർപ്പുകൾ ഉണ്ടായിട്ട് കൂടി താൻ അഹമ്മദിയ ജമാഅത്തിൽപ്പെട്ട ആളാണെന്നും തന്റെ ആ ഐഡന്റിറ്റി ധൈര്യപൂർവ്വം നിലനിർത്തിയിരുന്നു. റിട്ടയർമെന്റിന് ശേഷം ജീവിതം ജമാഅത്തിന് വേണ്ടി വഖഫ് ചെയ്തു. ജമാഅത്തിനോടും ഖിലാഫത്തിനോടുമുള്ള അനുസരണത്തിൽ ഉന്നതമായ മാതൃക സ്ഥാപിച്ചു. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അമീർ സാഹിബ് ജമാഅത്തോ വിളിക്കുമ്പോഴെല്ലാം ഉടനെ തന്നെ ഹാജരാകുമായിരുന്നു. ഒരിക്കലും ഒഴികഴിവ് പറയുമായിരുന്നില്ല. നമസ്കാരത്തിലും നോമ്പിനും കൃത്യനിഷ്ഠത ഉള്ളായിരുന്നു. എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നു. നല്ല സ്വാധീനം ചെലുത്തുന്ന സൽപ്രകൃതനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ ഷാസിയ സുഹൈൽ സാഹിബ പറയുന്നു, എൻ്റെ പിതാവ് അധിക സമയം ജമാഅത്തി സേവനത്തിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. എവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സമയം നമസ്കാരത്തിലോ ജമാഅത്തിന്റെ സേവനത്തിലോ ഉള്ളതായിരിക്കും. എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും ദുആ സ്വീകാര്യതയുടെയും സംഭവങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. എപ്പോഴും തന്റെ മക്കളെ കൂടെ ഇരുത്തി അള്ളാഹുവിന് അഹമ്മദികളോടുള്ള പ്രത്യേക ബന്ധത്തെക്കുറിച്ചും അഹമ്മദികളുടെ കാര്യങ്ങൾ അള്ളാഹു എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുമുള്ള സംഭവങ്ങൾ കേൾപ്പിക്കുമായിരുന്നു. എപ്പോഴും എല്ലാ പ്രധാന കാര്യങ്ങളിലും ഖലീഫത്തുൽ മസീഹിന് കത്തയക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും എഴുതാൻ എപ്പോഴും പറയുമായിരുന്നു. അള്ളാഹുവിലുള്ള പൂർണ്ണമായ അർപ്പണബോധവും ദൈവിക തൃപ്തിക്കും മുന്നിൽ തലകുനിക്കുന്നതും പിതാവിന്റെ തിരിച്ചറിവിലുള്ള അടയാളമായിരുന്നു. കയ്യിൽ എപ്പോഴും പൈസ വന്നാലും അതിൽ നിന്ന് തീർച്ചയായും ചന്ത കൊടുക്കണമെന്ന് ചെറുപ്പകാലത്ത് തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നത്. അത് മുഖേന വരുമാനത്തിൽ അനുഗ്രഹം ഉണ്ടാകുകയും എന്നും പരിശുദ്ധി ഉണ്ടാകുകയും എന്നും പരിശുദ്ധിയിൽ പുരോഗതി ഉണ്ടാകുമെന്നും പറയുമായിരുന്നു. മർഹൂം മൂസിയായിരുന്നു. സംതപ്ത കുടുംബത്തിൽ 3 പെൺമക്കളും 1 മകനുമുണ്ട്. മകൻ ഡോക്ടർ ആമിർ സാഹിബ് അമേരിക്കയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. അദ്ദേഹം ജമാഅത്തി സേവനങ്ങൾ ചെയ്തു വരുന്നു. അള്ളാഹു മർഹൂമിനോട് പൊറുമയോടും കരുണയോടും കൂടി വർത്തിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر